നമഃ ശിവായ. പുരാണത്തിൽ 3 കണ്ണുള്ള ഒരു ദേവനെയുള്ളൂ, ശിവൻ. നെറ്റിയിലാണ് മൂന്നാമത്തെ കണ്ണ്. അത് അഗ്നിമയമാണ്. ആ കണ്ണ് തുറന്നാൽ ചുറ്റുമുള്ളതൊക്കെ ചാരമായി പോകും. സംഹാരത്തിൻ്റെ ദേവനാണ് ശിവൻ. ക്ഷിപ്രകോപി മാത്രമല്ല, ക്ഷിപ്രപ്രസാദിയും. എപ്പോഴും ഒരു ശൂലം കയ്യിലുണ്ടാവും. വെളുത്ത നിറമുള്ള ഒരു കാളയാണ് അദ്ദേഹം വാഹനമായി ഉപയോഗിക്കുന്നത്. കാളയുടെ പേര് നന്ദി. ആദിപരാശക്തിയുടെ അംശമായി ഈ ദേവനെ വിശേഷിപ്പിക്കാറുണ്ട്. ചുവന്നൊരു ജടയുണ്ട് മുടിക്കെട്ടിൽ. അവിടെ ഗംഗാദേവിയും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു. പാമ്പുകളാണ് പ്രധാന ആഭരണങ്ങൾ. തലയോട്ടുകൾ കൊണ്ട് തീർത്തൊരു മാലയുണ്ട് കഴുത്തിൽ. പൂണൂലായി ശേഷൻ എന്ന സർപ്പം, അരഞ്ഞാണമായി നീലൻ, തോൾവളകളായി കമ്പളനും ധനഞ്ജയനും, കുണ്ടലങ്ങളായി പത്മൻ, പിളങ്കൻ. എല്ലാം സർപ്പങ്ങൾ തന്നെ. വലതു കൈയിലും ഇടതു കൈയിലും വളകൾ പോലെ 2 സർപ്പങ്ങൾ വേറെയും. അശ്വകരനും തക്ഷകനും. ഓർക്കുമ്പോൾ പോലും പേടി തോന്നുന്ന രൂപം. ഈ ശിവനെയാണ് ഗംഗാദേവിയും പാർവതീദേവിയും മത്സരിച്ച് പ്രണയിച്ചത്. 2 പേരെയും ശിവൻ നിരാശപ്പെടുത്തിയില്ല. പാർവതീദേവിയെ ആത്മാവിൻ്റെ അംശമാക്കി ദേവി അറിയാതെ ഗംഗയെ ജടയിൽ കുടിയിരുത്തി. ഈ ദേവിമാർ മാത്രമല്ല, ഒട്ടേറെ മുനി പത്നികളും ശിവനെ കാമിച്ചിട്ടുണ്ട്. ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ കാട്ടിലൂടെ ഭിക്ഷവേഷം ധരിച്ച് നടക്കുകയായിരുന്നു അദ്ദേഹം. വഴിനീളെ മഹർഷിമാരുടെ പർണാശ്രമങ്ങൾ. അവിടെ തപസ് ചെയ്യുന്ന മുനിവര്യന്മാർ. അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സുന്ദരിമാരായ തരുണീമണികൾ. ഭിക്ഷുവേഷധാരിയായ ശിവനെ കണ്ടപ്പോൾ മുനിപത്നിമാർക്ക് മോഹം തോന്നി. ഒരു നിമിഷ നേരത്തേക്ക് സ്വന്തം ഭർത്താക്കന്മാരെ പോലും അവർ മറന്നു. ശിവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന ഭാര്യമാരെ കണ്ടപ്പോൾ മഹർഷിമാർക്ക് കോപം അടക്കാനായില്ല. ശിവനെ കഠിനമായി ശിക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ നിന്ന് ഒരു പുലി അലറിക്കൊണ്ട് ശിവന്റെ നേർക്ക് പാഞ്ഞു വന്നു. ശിവൻ ശൂലം കൊണ്ട് ആ പുലിയെ കുത്തിക്കൊന്നു. പിന്നീട് അതിൻ്റെ തോല് ഉരിച്ചെടുത്തു. പിൽക്കാലത്ത് ആ പുലിത്തോൽ വസ്ത്രമായി. പിന്നെ ആ കുഴിയിൽ നിന്നും വന്നത് കൂർത്ത കൊമ്പുള്ള മാനാണ്. ആ മാനിനെയും കീഴടക്കി. മഹർഷിമാരുടെ കോപം ഇരട്ടിച്ചു. അവരുടെ കണ്ണുകൾ തീയാളി. മന്ത്രങ്ങൾക്ക് കരുത്തുകൂടി. ശിവനെ കൊല്ലണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. ആ കുഴിയിൽ നിന്നും ചുമന്ന് തിളങ്ങിയ ഒരു ഇരുമ്പ് ദണ്ട് പൊങ്ങി വന്നു. അത് ചീറിക്കൊണ്ട് ശിവന്റെ നേരെ എത്തി. ഒന്നും സംഭവിക്കാത്തതുപോലെ ശിവൻ കൈനീട്ടിക്കൊണ്ട് ആ ദണ്ട് പിടിച്ചു. തൻ്റെ പക്കലുള്ള ആയുധങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. കുഴിയിൽ നിന്ന് പിന്നെ ഉയർന്നു വന്നത് ഉഗ്രവിഷമുള്ള നാഗങ്ങളാണ്. അവ ശിവന്റെ നേരെ ഫണമുയർത്തിക്കൊണ്ട് പാഞ്ഞു വന്നു. ശിവൻ ഓരോ നാഗത്തെയും പിടിച്ചെടുത്ത് ആഭരണമാക്കി ശരീരത്തിലണിഞ്ഞു. ആ രൂപം കണ്ടതോടെ മഹർഷിമാർ ഭയന്നു വിറച്ചു. അവർ തൊഴുകൈകളോടെ ശിവന്റെ മുന്നിലെത്തി തെറ്റുകൾ പറഞ്ഞു. നേർത്ത ചിരിയോടെ ഭഗവാൻ അവരോട് പറഞ്ഞു, തെറ്റു ചെയ്തത് ഞാനല്ലല്ലോ, നിങ്ങളുടെ ഭാര്യമാരല്ലേ. ഞാൻ അവരെയല്ല, അവർ എന്നെയാണ് മോഹിച്ചത്. സത്യമറിയാതെ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചു. സാരമില്ല, ഇനിയെങ്കിലും മനസ്സിലാക്കണം. കഠിനമായ തപം കൊണ്ട് നേടിയെടുത്ത ദിവ്യശക്തികളൊക്കെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കരുത്. മഹർഷിമാർക്ക് തങ്ങൾ ചെയ്ത അവിവേകത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി. ഭർത്താവ് ഉള്ളപ്പോൾ മറ്റു പുരുഷന്മാരെ കാമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി ആ മുനിഭക്തിമാരെ ഉപദേശിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് യാത്രയായി.